ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചക്ക അടുത്ത വർഷം വരെ കേടുകൂടാതെ രുചിയൊന്നും പോവാതെ തന്നെ സൂക്ഷിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ചക്ക പച്ചയായിട്ട് വർഷങ്ങളോളം സൂക്ഷിക്കാൻ കഴിയും. അതേപോലെ തന്നെ ചക്ക ചിപ്സ് നമുക്ക് നല്ല കറുമുറ ഇരിക്കുന്ന രീതിയിൽ എങ്ങനെ വറുത്തെടുക്കാമെന്നും കൂടി ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഏത് ചക്കയായാലും നല്ല മുറുക്കത്തോടു കൂടി വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക. ഇപ്പോൾ ചക്ക മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചക്കയുടെ വെളിഞ്ഞൊന്നും കൈമലാവാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കത്തിയിലും അതേപോലെ തന്നെ കയ്യിലും കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ കയ്യിലൊക്കെ ആക്കുകയാണെങ്കിൽ വെളിഞ്ഞൊന്നും അധികമായിട്ടൊന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നമുക്ക് ചക്ക ഒക്കെ മുറിച്ചെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ കത്തിയുടെ പിടിയിലൊക്കെ നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണ ആക്കി കൊടുക്കാം. ഇപ്പോൾ ചക്കയൊക്കെ മുറിച്ച് ചക്കച്ചുളകൾ അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഒരു വർഷം വരെ കേടുകൂടാതെ രുചിയൊന്നും മാറാതെ സൂക്ഷിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല പച്ചയായിട്ടുള്ള ചക്കയാണ്. അപ്പോൾ മധുരമൊന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ചക്കയാണ് നമുക്കിതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്കിതെങ്ങനെയാണ് ഒരു വർഷം വരെ ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചുളകൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കുരുകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പം പച്ചച്ചക്ക പുഴുക്കുണ്ടാക്കാനാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അതിന് എങ്ങനെയാണോ നമ്മൾ മുറിച്ചെടുക്കുന്നത് ആ രീതിയിൽ നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ചക്കയൊക്കെ ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് കുക്കാക്കി എടുക്കണം. ഓവറായിട്ട് കുക്ക് ചെയ്യുന്നില്ല, നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആവി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഓട്ടയുള്ള ഓട്ടപാത്രം വെച്ച് കൊടുക്കുകയാണ്. അരിയൊക്കെ ഊറ്റിയിടുന്ന പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ വെച്ചിട്ടാണ് നമ്മളൊന്ന് കുക്കാക്കി എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. ഈ ഒരു ഓട്ടപാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആവി കയറ്റിയെടുക്കണം. ഒരു 10 മിനിറ്റോളം നമുക്കിങ്ങനെ ആവി കയറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരേപോലെ ആവി കയറി വരാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും ആവി കയറ്റിയെടുക്കാം. ഒന്ന് ഇളക്കിയിട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടി നമുക്ക് ഇതിലേക്ക് ആവി കയറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റും കൂടി നമ്മൾ ആവിയൊന്ന് കയറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മൾ ചക്കച്ചുള ഒന്ന് എടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് മുറിച്ച് നോക്കിയാൽ അറിയാം. അധികം വെന്ത് പോവൊന്നും വേണ്ട. നമ്മൾ കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ നെക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അത് മുറിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ ഇതാണ് ഈ ഒരു പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ചക്കയുടെ പരുവം. പിന്നെ നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് ആവിയൊക്കെ പോയി നന്നായിട്ടൊന്ന് തണുക്കുന്ന വരെ നമുക്കിത് പുറത്ത് വെക്കാം. അപ്പം നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു കവർ എടുത്തിട്ട് ഈ കവറിലേക്ക് ആക്കി കൊടുക്കാം. അപ്പം ഞാൻ ഈ ഒരു ചക്ക രണ്ടായിട്ടാണ് വെക്കുന്നത്, 2 കവറിലാക്കിയിട്ടാണ് വെക്കുന്നത്. എന്നപ്പം 2 തവണ എടുക്കാൻ പാകത്തിനാണ് ഞാൻ ആക്കി വെക്കുന്നത്. അപ്പോൾ നമ്മളൊരു തവണത്തേക്ക് വേണ്ടത് ഒരു കവറിലാക്കി വെക്കാം. നമ്മൾ മൊത്തമായിട്ട് ഒരു കവറിൽ വെക്കുകയാണെങ്കിൽ പിന്നെ എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരു തവണത്തേക്കുള്ളത് ഒരു കവറിലാണ് ഞാൻ ആക്കി വെക്കുന്നത്.
അപ്പോൾ ഞാനിവിടെ ചക്ക 2 കവറിലും ഇതേപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എയറൊക്കെ കളഞ്ഞ് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ 1 വർഷം വരെ നമുക്ക് പച്ചച്ചക്ക ഫ്രഷ് ആയിട്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് ഒന്നും മാറാതെ തന്നെ സൂക്ഷിച്ച് വെക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചക്ക ഇല്ലാത്ത കാലത്തൊക്കെ എളുപ്പത്തിൽ കറി വെക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ചക്കയാണെങ്കിൽ ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഫ്രീസറിൽ വെച്ചാലും നമുക്ക് ഒരുപാട് നാൾ ഫ്രഷ് ആയിട്ട് തന്നെ ചക്ക സൂക്ഷിക്കാനും കഴിയും. അപ്പം വറുത്തെടുക്കേണ്ട സമയത്ത് ഒന്ന് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് ഐസൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് പച്ചച്ചക്ക ഇതേപോലെ വറുത്തെടുക്കുകയും ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചക്കപ്പൊരി എങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതെന്ന് നോക്കാം. വീട്ടിൽ നമ്മൾ എന്തൊക്കെ ടിപ്സ് ഉപയോഗിച്ചിട്ട് ചക്ക വറുത്തെടുത്താലും നമുക്ക് ചക്കപ്പൊരി അത്ര ക്രിസ്പി ആയിട്ട് കിട്ടാറില്ല. നമ്മൾ വറുത്തെടുത്ത പാടെ നല്ല ക്രിസ്പി ആയിരിക്കും. കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും അത് തണുത്തു പോകും. അപ്പോൾ പൊതുവേ എല്ലാവരും പറയാറ് നല്ല കട്ടിയുള്ള ചക്ക വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തണുത്തു പോകും. പൊരിച്ച പാടെ നല്ല ക്രിസ്പി ആയിരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും തണുത്തു പോകും എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ അധികം മൂത്ത ചക്ക എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമുക്ക് ഏത് ചക്ക ഉപയോഗിച്ചിട്ടും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. പിന്നെ വറക്കാനൊക്കെ എല്ലാവരും വരിക്കച്ചക്ക തന്നെ എടുത്താലേ നന്നാവുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമുക്ക് ഏത് ചക്ക ഉപയോഗിച്ചിട്ടും ഈ ഒരു രീതിയിൽ നല്ല ക്രിസ്പി ആക്കിയിട്ട് എടുക്കാൻ കഴിയും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ചുളക്ക് കട്ടിയുള്ള കുറച്ച് മൂത്തിട്ടുള്ള ചക്ക തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചക്കപ്പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിലരൊക്കെ ചെയ്യുന്നത് കാണാം, ചക്ക ഇതേപോലെ മുറിച്ചതിന് ശേഷം 1 മണിക്കൂറൊക്കെ വെയിലത്ത് വെച്ചിട്ട് വറുത്തെടുക്കുന്നത്. അങ്ങനെ ആക്കിയാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുമെന്ന് പറയാറുണ്ട്. പക്ഷെ ഞാൻ ആ ഒരു ടിപ്പൊന്നുമല്ല ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ചക്ക നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചക്കപ്പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചച്ചക്ക ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നേരെ വെളിച്ചെണ്ണയിലേക്കോ അല്ലെങ്കിൽ ഓയിലിലേക്കോ ഒക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഉപ്പും മഞ്ഞളും ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാനത് പൊരിക്കുന്നതിലേക്കാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒരു 2 ടീസ്പൂൺ വെള്ളത്തിലൊന്ന് കലക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണോ 1.5 സ്പൂണോ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചക്ക പൊരിക്കുന്നതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുഴച്ച് വെച്ച് പൊരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇതേപോലെ മഞ്ഞളും ഉപ്പും കലക്കിയ വെള്ളം നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഒരു 1.5 സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നതാണ്. 3/4 ഭാഗം കുക്കായിട്ട് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ മഞ്ഞളും ഉപ്പും കലക്കിയ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ക്രിസ്പി ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇപ്പോൾ ചക്കയൊക്കെ പൊരിച്ചെടുത്തപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റിലൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. ഇനി നമുക്ക് ഇത് ചൂടൊന്ന് തണഞ്ഞതിന് ശേഷം മാത്രം ബോട്ടിലേക്കൊക്കെ ഇട്ടിട്ട് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇത് പൊരിച്ചപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ പിറ്റേ ദിവസമായപ്പോഴത്തേക്കും അത് നന്നായിട്ട് തന്നെ തണുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചക്ക പൊരിച്ചിട്ട് നന്നായിട്ട് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ നേരെ ഒരു ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ അതിലേക്ക് ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വെറുതെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതേപോലൊരു ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ഈ ഒരു ചക്കപ്പൊരിൻ്റെ ഉള്ളിലുള്ള ഓയിലൊക്കെ പുറത്തേക്ക് ഇങ്ങനെ വരുന്നത് കാണാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ട് നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷം നോക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ചക്ക വറുത്തത് ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ നമ്മളിത് അടച്ച് വെച്ചാൽ നമുക്ക് എന്ന് ഉപയോഗിക്കുകയാണെങ്കിലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും.
പിറ്റേ ദിവസത്തേക്ക് തണുത്ത് പോകുമൊന്നുമില്ല. നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ എത്ര നാളെ സൂക്ഷിക്കുന്നത് അത്രയും തന്നെ ഇരിക്കും. ഇപ്പോൾ ഏത് ചക്ക ഉപയോഗിച്ചിട്ട് നമുക്ക് ചക്കപ്പൊരി ഉണ്ടാക്കിയാലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കാൻ ഈ ഒരു ടിപ്പ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച പോലെ ചക്ക പ്രിസർവ് ചെയ്ത് വെക്കുന്നതും അതേപോലെ തന്നെ ചക്കപ്പൊരി നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാനും വേണ്ടിയിട്ടുള്ള ടിപ്സുകളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതേപോലത്തെ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.